വിഷയം ഉണ്ടാക്കി അവരുടെ ജീവിതത്തിൽ അടിയുണ്ടാക്കാൻ നോക്കുന്നത്. ബഷീറുടെ വിഷയം. 2 ഭാര്യമാരുള്ള ബഷീർ തൻ്റെ 2ാം ഭാര്യയുമായി ബാങ്കോക്കിലേക്ക് പോയ കാര്യത്തിൽ സംഭവിച്ചതെന്താണെന്നറിഞ്ഞു. ബഷീറുടെ ആദ്യ ഭാര്യയായ സുഹാന ബഷീർ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലൈവിൽ വന്നുകൊണ്ട് എന്താണ് നിങ്ങൾ നോക്കുന്നത്, ആരെയും കാണുന്നില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂവോ എന്ന് തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്, അതേ ഗെയ്സ്, ഞാൻ മാത്രമേ ഉള്ളൂ, ബഷീറും മഷൂറയും ബാങ്കോക്കിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ഈ വേളയിൽ സുഹാനയുടെ മുഖത്ത് ഒരു വിഷമമുണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ പേരിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തവർ പറയുന്നത്. കൂടാതെ ഈ കാര്യം ആദ്യമായി മുന്നിലേക്കെടുത്തിട്ടതും മുൻനിര വാർത്താ മാധ്യമമാണ്. മനോരമ ന്യൂസാണ് ഇത് ആദ്യം പറയുന്നത്. ബഷീർ മഷൂറയുമായി ബാങ്കോക്കിലേക്ക് പോയി എന്നും സങ്കടപ്പെട്ട് സുഹാന ലൈവിലെന്നും. അതോടുകൂടി ഒട്ടേറെ പേർ ഈ കാര്യത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തു. അത് കണ്ട് പല ആളുകളും കമൻറ്റിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. കൂടാതെ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്ന സുഹാനയുടെ ചിത്രവും ഈ വീഡിയോകൾക്ക് റീച്ച് വളരെയധികം നൽകി. എങ്ങനെയെന്നാൽ 1 വർഷം മുമ്പ് ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുന്ന സുഹാനയുടെ കണ്ണിൽ നിന്നും കണ്ണിനീര് വരുന്നതിൻ്റെ ആ ഭാവപ്രകടനങ്ങൾ തരത്തിനനുസരിച്ച് മുറിച്ച് മാറ്റിക്കൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഈ കാര്യം സമൂഹത്തിലേക്ക് എത്തിച്ചത്. അതോടുകൂടി ബി ഫാമിലിയിൽ ഇത്തരം കാര്യം നടക്കുന്നുവോ എന്നുള്ള സംശയത്തിൽ ഇവരുടെ പ്രേക്ഷകരുമെത്തി. എന്തിനു വേണ്ടിയാണ് വീണ്ടും അവിടെ നിൽക്കുന്നത്, അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്ന തരത്തിലേക്ക് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു. സത്യം അറിയുന്നവർക്ക് തീർച്ചയായും ഇതിൽ യാതൊരു സംശയവുമില്ല. ബഷീറും 2 ഭാര്യമാരും പരസ്പരം പിന്തുണക്കുന്നവരാണെന്ന് കണ്ട് മനസ്സിലാക്കിയവർക്ക് പറഞ്ഞു നൽകേണ്ടതില്ല. വിവാദമായ ഈ വീഡിയോയിൽ തന്നെ സുഹാന പറയുന്നത്, മഷൂറ ആരംഭിക്കുവാൻ പോകുന്ന പുതിയ ഓൺലൈൻ ബിസിനസ്സിൻ്റെ ആവശ്യപ്രകാരമാണ് ഇരുവരും ബാങ്കോക്കിലേക്ക് പോയതെന്നും ഞങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ സുഹാനയുടെ ഈ കാര്യങ്ങളൊന്നും ഇവർ പങ്കുവെക്കാതെ ബാങ്കോക്കിലേക്ക് പോയി ഞാനും മക്കളും ഇപ്പോൾ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത് എന്നാണ് പലരും റിയാക്ഷൻ വീഡിയോയിലൂടെ അറിയിച്ചത്. വിശന്ന് വലഞ്ഞ് അന്നം കിട്ടാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഈ കാര്യം ചെയ്തത് അത്യാവശ്യം വിശപ്പകറ്റാൻ വേണ്ടിയെങ്കിൽ മുൻനിര വാർത്താ മാധ്യമം എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്? സംഭവിച്ചതെന്ത്? ബഷീർ ഇതാ തുറന്നു പറയുന്നു. ഒരു ഭാര്യ ഇരിക്കെ വേറൊരു പെണ്ണ് കെട്ടി, ആ പെണ്ണ് തീരെ നിവൃത്തിയില്ലാണ്ട് ഇതെല്ലാം സംഭവിച്ചു, പെണ്ണ് കെട്ടി വീട്ടിക്കൊണ്ടു. ഇങ്ങനെ അതാണ് പറയുന്നത്. ഇത് വീണ്ടും ഇവര് പറഞ്ഞോണ്ടിരിക്കണൊക്കെ തന്നെയല്ലേ. ഈ 8 വർഷം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഇപ്പൊ 2.5 വയസ്സായി. എന്നിട്ടും ഇത് കഴിഞ്ഞില്ലെന്ന് ആലോചിക്കണം. അത് നിങ്ങൾക്ക് ഭയങ്കര ക്ഷാമമാണെന്ന് പറയുന്നത്. ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ബിഗ് ബോസിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റ് കിട്ടും, കണ്ടമാനം കിട്ടും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബി ഫാമിലിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല, മനസ്സിലായി. ബിഗ് ബോസിൽ തന്നെ ഒരുപാട് കിട്ടും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടൈം കിട്ടില്ല, വ്ലോഗ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടില്ല. ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി പോലും ഇടാൻ വേണ്ടിയുള്ള സമയം എനിക്ക് കിട്ടാറില്ല, മനസ്സിലായോ? അതുകൊണ്ടിട്ട് ഫുൾ ടൈം ബിസി, ഈ ബിസിനസിന്റെ തിരക്കും ബിസിയും കാര്യങ്ങളായിട്ട് നമ്മൾ നടക്കണം. അപ്പോഴാണ് നോക്കുമ്പോ ഇതേപോലെ കോള് വണ്ടി എന്താണ് ബഷീർ സുഹാനേന ഇട്ടിട്ട് ഒടുവിൽ അത് സംഭവിച്ചു, മറ്റേ മറിച്ച്. ഇതൊക്കെ കാണുമ്പോ ആ റിയാക്ഷൻ വീഡിയോ പോയി നോക്കുന്ന ജനങ്ങളല്ലേ ശരിക്കും മണ്ടന്മാര്? ശരിക്കും ജനങ്ങളല്ലേ വേണ്ട? ഇതേപോലുള്ള വിഷയങ്ങൾ കേൾക്കാൻ ആളുണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട് ഈ റിയാക്ഷൻ ചെയ്യുന്ന മാതിരി, മനസ്സിലായി? ഇങ്ങനെയുള്ള വിഷയങ്ങള് അതല്ല അല്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി സംസാരിച്ചാൽ കാണാൻ ആൾക്കാരുണ്ടെന്ന് അറിയാം അവർക്ക്. അതുകൊണ്ടിട്ട് അവർ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്നു, മനസ്സിലായി? മര്യാദ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയെ പിടിച്ച് ഒരു വിഷയം ഉണ്ടാക്കി അവരുടെ ജീവിതത്തിൽ അടിയുണ്ടാക്കാൻ നോക്കുന്നത്, അവരെ പറ്റി സംസാരിക്കുന്നു. എന്താണല്ലേ നമ്മൾക്ക് ഇത്ര വലിയ സംഭവിപ്പോയാ?